അനുമോള് കുഴി വെട്ടി ആദില നൂറ അടക്കി. അതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് നവീൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജിസയിലും അനുവും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പം ആദിലയും നൂറയും ട്രിഗർ ചെയ്ത് പറയുന്നുണ്ട് നട്ടലുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകണം എന്നുള്ള. ആ ഒരൊറ്റ പ്രൊവോക്കിങ്ങിൻ്റെ പേരിലാണ് പിന്നെ നവീൻ ഇന്ന് ബിഗ് ബോസ് ക്വിറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. വിചാരിച്ചത് കിറ്റ് ചെയ്ത് പോകുമ്പോഴേ എല്ലാവരും പറയും പോകണ്ട അങ്ങനെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ അങ്ങനെയുള്ള എന്തോ ആണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ എന്താ പറയുക അഭിമാനത്തിനെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ആരായാലും അതിന് സമ്മതിക്കില്ലല്ലോ. ആ ഒരൊറ്റ പോയിന്റിലാണ് ആദിലയും നൂറയും കയറി പിടിച്ചത്. അതിലാണ് പറയുന്നത് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുന്നുള്ളത്. ആ ഒരു വാക്കിലാണ് ബിഗ് ബോസ് നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. എത്ര നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിവിൻ കളഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പോകേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ജിസയിലും മനുവും തമ്മിലാണ് പ്രശ്നം. ആ പ്രശ്നത്തിന് പിന്നെ വെറുതെ നിവിൻ കയറി ചൊറിയാൻ പോയതാണ് സംഭവം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അക്ബർ വന്നിട്ട് നല്ലോണം ആദിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആദിൽ അതൊക്കെ കൂടി നിലം പരിശാക്കിയിട്ട് നല്ല മറുപടി അക്ബറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ അനുമോളെ എല്ലാവരും അനുമോളോട് എന്താ പറയുന്നത് പിന്നെ അനുമോൾ എങ്ങനെ പിന്നാലെ നടന്ന് ട്രിഗർ ചെയ്യുന്നത്. അനുമോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കാര്യം അപ്പോൾ ഒരു വീക്ക് കണ്ടസ്റ്റൻ്റാന്നുള്ള എല്ലാവർക്കും അറിയാം. അതേസമയം കുറച്ച് നല്ല സ്റ്റേണായിട്ട് മറുപടി പറയുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ആരും ചൊറിയാൻ പോകില്ല. അത് ഈ ഹൗസിൽ നിന്നല്ല മൊത്തത്തിൽ എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും എല്ലാവർക്കും ചൊറിയാനും മാന്താനും ഒരു താല്പര്യം. ഉള്ള ഗേൾസിൻ്റെ കൂട്ടത്തിൽ ഇവരാണ് തോന്നുന്നത് കേട്ടോ മിടുക്കികൾ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആവശ്യത്തിന് മാത്രമേ ആവശ്യമുള്ള ന്യായമായ കാര്യങ്ങൾക്ക് മാത്രമേ ഇവർ വാതുറക്കത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ കുറേ കരഞ്ഞും ചലിച്ചും അങ്ങനെയൊന്നും ഇവർ നടക്കുന്നില്ല. ഇവർ ആ ഒരു വേണ്ട സംഗതിക്ക് സംസാരിക്കും, എല്ലാത്തിനും അവർ മിണ്ടാതിരിക്കും. ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ നമ്മൾ പറയുന്ന കാര്യത്തിനൊക്കെ പിന്നാലെ നടന്ന് ട്രിഗർ ചെയ്യുക, പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കരയാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആൾക്കാർക്ക് ഒരു വിലയുണ്ടാവില്ല. കാരണം എല്ലാവരും നമ്മളെ ചൊറിയാനും മാന്താനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇവരെന്തായാലും പൊളിച്ചിട്ടുണ്ട്. കാരണം ആ ഒരൊറ്റ വാശിപ്പുറത്താണ് നവീൻ ഇന്ന് ക്വിറ്റ് ചെയ്ത് പോയിട്ടുള്ളത്.